عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة جزاك الله عنا يا سيدنا يا رسول الله جزاك الله عنا يا سيدنا يا حبيب الله يا رحمن ارحمنا بلطف منك أوصلنا إليك ولا تبعدنا بجاه سيدي حسن صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ഒരുപാട് ബാധ്യത നിന്നിലുണ്ട് അറിയണേ എല്ലാ ഹുക്കൂക്കും തീർത്ത് നീ മൗത്താകണേ ആരോടും അക്രമം ചെയ്തിടാതെ നീങ്ങണേ പുഞ്ചിരിയപ്പോഴും നിന്റെ മുഖമിൽ കാണണേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ഇന്ന ഔലിയാ അല്ലാഹ് لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة قال الله عز وجل സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അഭിവന്യരായ എൻ്റെ സുഹൃത്തും പ്രിയങ്കരനുമായ പ്രഗൽഭ പാണ്ഡിത്യത്തിൻ്റെ നിറകുടവും താഴ്മയുടെ പ്രതീകവുമായ വളരെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അഭിവന്യരായ അബ്ദുൽ ഖാദർ മുനവ്വരി ഉസ്താദ് അവരുകളെ, നമ്മുടെ ഒരു ആത്മീയ സുഹൃത്തും ഒരുപാട് വിഷയങ്ങൾ പരസ്പരം കൈമാറുകയൊക്കെ ചെയ്യുന്ന വളരെ നല്ല സംശുദ്ധമായ മനസ്സിന്റെ ഉടമ എന്നരായ ഉസ്താദ് അവരുകൾ, അള്ളാഹു ഉസ്താദിനും കൂട്ടുകുടുംബത്തിലും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഹൈദറൂസ് തങ്ങൾ ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് ഉസ്താദിനും കൂട്ടുകുടുംബത്തിനും അള്ളാഹു സന്തോഷം നൽകട്ടെ. അഭിയന്നരായ സദർ ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഅദ്ദിൻ ഉസ്താദ്, മറ്റുള്ള ഉസ്താദന്മാർ, ഹൈദറൂസ് ജുമാഅത്ത് പള്ളിയുടെ കരുത്തനായ പ്രസിഡന്റ് മുഹമ്മദ്, അതുപോലെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാൻജി, മറ്റുള്ള ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരുപാട് അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് എടുക്കാനും പള്ളിക്ക് സേവനം ചെയ്യാനും ഔലിയാക്കന്മാരുടെ പൊരുത്തം കരസ്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു ഞങ്ങളെല്ലാം നീ സയ്യിദ് ഹസൻ ഹൈദുറുസ് തങ്ങൾ ഉപ്പാപ്പയുടെ കൂടെ, ബദരീങ്ങളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, ഞങ്ങളുടെ രാജാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ മതിയായ ഒരു സദസ്സായി ഞങ്ങളുടെ ഈ ആണ്ട് നേർച്ച നീ ഖബൂലാക്കണം റഹ്മാനെ. തുടക്കം മുതൽ ഇന്ന് വരെ, ഇനി തീരുന്നതുവരെ ഇതുമായി കഷ്ടപ്പെടുന്നവർ, അധ്വാനിക്കുന്നവർ, സഹായിക്കുന്നവർ, അലങ്കരിക്കുന്നവർ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, അല്ലാഹുവേ എല്ലാവർക്കും ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദുറൂസ് തങ്ങൾ ഉപ്പാപ്പയുടെ നോട്ടവും കാവലും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ എന്ന് ആമുഖമായി ദുആ ചെയ്യാൻ. ദൂരെ ദിക്കിൽ തന്നെ വരുമ്പോ ഈ നാട് വളരെ പ്രകാശപൂരിതമായി കിലോമീറ്ററുകൾക്ക് ദൂരെ ഈ നാട് എടുത്ത് കാണപ്പെടുകയാണ്. ഈ നാടിനെ പറ്റി അറിഞ്ഞ്, ഇവിടത്തെ പൗരുഷത്തെ പറ്റി അറിഞ്ഞ് ഖത്തീബ് ഉസ്താദിനോട് ഞാൻ 1-2 തവണ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തവണ അവിടെ വരണമെന്നും ദ്വാരക്കണമെന്നൊക്കെ. പള്ളിയിൽ പോകാനും ദ്വാരക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല, ഒരൽപ്പം വൈകിയത് കൊണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വയലുകളൊക്കെ മുടക്കി, ഇവിടെ എന്തായാലും മുടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിർബന്ധമായും വന്നിരിക്കണമെന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഭാര്യയും മക്കളും അടങ്ങുന്ന വണ്ടി ആക്സിഡന്റിൽപ്പെട്ട് 6-7 ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ, പള്ളിയിൽ ജുമാഅക്ക് നിസ്കാരത്തിനൊന്നും പോവാതെ ഇന്ന് മാരിഭാഗുമ്പോൾ അടുക്കുമ്പോഴാണ് പള്ളിയിലേക്ക് എത്തിയത്. ഡിസ്ചാർജ് ചെയ്തവരൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി. അൽഹംദുലില്ലാ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, ചെറിയ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. ഇവിടെ വരുമ്പോൾ ഒക്കെ റാഹത്തായി. അവരൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഇത് മുടക്കാനാകില്ലെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നതിനെക്കാളും എല്ലാത്തിനെക്കാളും വലിയ ഇടങ്ങേറാണ് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം. 106 തവണ താഴും മീത്തിയും അപ്പുറം ഇപ്പുറം ഓടിച്ചാടി നടത്തിയിട്ട് ഒരു ജാതി ഇടങ്ങേറുള്ള കാര്യമാണ്. അല്ലാഹു തആല നമ്മയും മക്കളെയും കൂട്ടുകുടുംബത്തെയും എല്ലാവരെയും ഹൈദുറൂസ് ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബന്ദർ സിയാറത്തിന് വേണ്ടി ഇന്നലെ രാത്രി പോയപ്പോ ബന്ധത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ അളിയനാണ്, എന്റെ ദൂരത്തുള്ള എന്റെ അടുത്ത ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിന്റെ അളിയൻ ഗൾഫിൽ നിന്ന് വന്ന് വീട് പണി എടുക്കുന്നതിനിടയിൽ JCB ശരീരത്തിൽ കൊണ്ട് അവിടെ തന്നെ വീണ് മരിച്ചുപോയി. ഗൾഫിൽ നിന്ന് വന്ന് 40 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. തിരിച്ചു പോകാൻ 3-4 ദിവസങ്ങളേ ഉള്ളൂ. ആ സമയത്താണ് അപകടത്തിൽ വിട്ട് മരിച്ചു പോകുന്നത്. അവിടെ കക്കൂസിൻ കുഴിയെടുക്കുന്ന JCBയുടെ ചെറിയ ഒരു ടച്ച് ഉണ്ടായപ്പോ ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് 4 മക്കളെ എത്തീമക്കളാക്കിയിട്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അല്ലാഹുവേ, ആ പൊന്നു എത്തീമക്കളെ നീ കാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗീയ പൂന്തോപ്പാക്കണം റഹ്മാനെ. ആ ഭാര്യക്ക് നീ ക്ഷമ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ, ഔലിയാക്കളെ പറ്റിയിട്ട് ചെറിയ തോതിൽ നീണ്ട പ്രസംഗമൊന്നും, നല്ല പ്രസംഗവും നല്ല ശബ്ദവും നല്ല ഖുതുബയും. ഞാൻ ബന്ദിയോട് ജോലി ചെയ്യുമ്പോൾ ഉസ്താദ് നേരെ അപ്പുറത്തുള്ള പള്ളിയിൽ ഉസ്താദായിരുന്ന ഖത്തീബ്, അന്ന് വലിയ ബന്ധമില്ലെങ്കിലും ആളുകളൊക്കെ വന്ന് പറയാറുണ്ടായിരുന്നു, ഭയങ്കരമായൊരു ഖുതുബയും കേൾക്കാനൊരു തഖ്വയും ഭയവും തോന്നുന്ന ഖുതുബയാണെന്നൊക്കെ ആ നാട്ടുകാർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അല്ലാഹു ഖത്തീബ് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ റബ്ബ്. മലയാളം തിരിയുമല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? നഗ്നിക്കാക്കണ കുറച്ച് മിക്സ് എല്ലാം ഇടക്കിടക്ക് ഒരു മസാല പോലെ അല്ലേ, മസാലപ്പൊരി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഫുള്ള് നക്കടിക്കാൻ ഞാൻ ഒരു പാങ്ങില്ല. കാരണം കേരളത്തിലും അബുദാബിന്നെല്ലാം വന്നിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് പോയിരുന്നു. ഫുള്ള് നക്കടിക്കാക്കുമ്പോ ഒരു റായത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മലയാളം നല്ലോണം അറിയുന്നതായി ഞാൻ പറഞ്ഞ എന്തായാലും തിരിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നീ ഖബൂലാക്കണം റഹ്മാനെ. എന്തു തിരിയാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. മംഗലാരത്തേക്ക് വയലിന് വന്നാൽ എന്തൊരു വാല്, എന്തു വാല്, പട്ട 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 അപ്പൊ ഓർത്ത കേട്ട എന്തൊരു സബ്ജക്ട്, എന്തൊരു കൊന്തായിട്ടില്ല. അയാളെ കാത് 2 കൈ വെച്ചിട്ട് ചൊന്നോട്ട് പോയി അയാൾക്ക് കൊന്തായിട്ടിക്കല്ലേ എന്തൊരു വിഷയാന്ന്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. വയല് നല്ലായി എന്ന് പറഞ്ഞെങ്കോ
അല്ല എന്ന് പറഞ്ഞെങ്കിലോ വിളിച്ചെങ്കോ വിളിച്ചില്ലെങ്കോ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് അർത്ഥമായെങ്കിൽ മതി. അല്ലാഹുവേ നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഉസ്താദ് പറഞ്ഞു ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഔലിയാക്കന്മാരുടെ ലോകത്തിന്റെ വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സദസ്സ് ഇതല്ല. ഉസ്താദന്മാർക്ക് ഔലിയാക്കന്മാരെ പറ്റി ചർച്ച ചെയ്യുന്ന അവസരവും ഇതല്ല. ഇത് ഇന്ന് ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളും ഔലിയാക്കന്മാരുടെ ശരിയായ വഴിയും ഔലിയാക്കന്മാര് എന്ന് കരുതിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളെയും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജാഗ്രത ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു പ്രസംഗമാണ് ഞാൻ ഇന്നിവിടെ ഇത് മുഖേന ഉദ്ദേശിക്കുന്നത്. ഔലിയാക്കന്മാരുടെ ലോകം അത് നമ്മൾ തിരിയാത്ത ഒരു ലോകമാണ്. കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ലോകമാണ്. കാതുകൊണ്ട് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത ലോകമാണ്. കാരണം അവർ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല കുറച്ച് കൂട്ടിയെങ്കിൽ നല്ല മൈക്ക് നല്ല ബറക്കത്തിൽ കുറച്ച് രണ്ട് മോണിറ്റർക്ക് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കൂട്ടിയാ ഇൻഷാ അല്ലാഹ് നല്ലോണം. ഉസ്താദും പറഞ്ഞു എങ്ങനെ നോക്കി സദസ്സും സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പറയാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഓർക്ക് ബുദ്ധിമുട്ടാവാനും പാടില്ല. ബുദ്ധിമുട്ടാണോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയുല്ലാഹ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അല്ലാഹുവിന്റെ വലിയ. ആ വലി എന്നുള്ളതിന്റെ ജമ്മാണ്, ബഹുവചനമാണ് ഔലിയ എന്ന് വിളിക്കുന്നത്. ഒരാളെ പറ്റിയിട്ട് വലി എന്ന് പറയും. അല്ലാഹുവിന്റെ വലിയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശൈത്താനിന്റെ വലിയുണ്ട്, ഇബ്ലീസിന്റെ വലിയമാരുണ്ട്, ഇബ്ലീസിന്റെ ഔലിയാക്കന്മാരുണ്ട്. ശൈത്താന്റെ ഔലിയാക്കന്മാർ വേറെയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ വേറെയാണ്. രണ്ടും രണ്ട് വഴിയിൽ നീങ്ങുന്നവരാണ്. നമ്മുടെ ഖാലിഖായ റബ്ബ് നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. നമ്മുടെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ നമ്മളാകണം. അനിഷ്കുല്ലി, എന്നോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം, അല്ലാഹ്ക്ക് ശുക്റുള്ളവരാകണം. അല്ലാഹുവിന്റെ എല്ലാ ഔലിയാക്കന്മാരും ശാകിരീങ്ങളാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചത് അതാണ്. അല്ലാഹ്ക്ക് ശുക്ർ എന്ന ഖൽബ്, അല്ലാഹ്ക്ക് ശുക്ർ എന്ന ശരീരം, അല്ലാഹ്ക്ക് ശുക്ർ എന്ന നാവ് എന്ന് മഹാന്മാർ അതിനെ വിശദീകരിച്ചത് അതുകൊണ്ടാണ്. എല്ലാത്തിലും അല്ലാഹ്ക്ക് ശുക്റുണ്ട്. ഹംദിന്റെ വചനം കൊണ്ട് മാത്രമല്ല ശുക്ർ, മനസ്സുകൊണ്ട് പടച്ചറബിനെ ആനന്ദത്തോടെ പടച്ചറബിലേക്കുള്ള ശ്രദ്ധ തിരിക്കലും ശുക്റാണ്. അല്ലാഹ്ക്ക് ആനന്ദത്തോടെ ചെയ്യുന്ന സുജൂദും ശുക്റാണ്. അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നതും ശുക്റാണ്. ഖലീലം മാ തശ്കുറൂൻ. ശുക്ർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. നന്ദിയുള്ളവർ വളരെ കുറവാണ്. അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. എല്ലാം നമ്മൾ അവർക്ക് നൽകിയിട്ട് അല്ലാഹു പറയുന്നുണ്ട് ഖലീലം മാ തശ്കുറൂൻ. എല്ലാം അല്ലാഹു നൽകിയിട്ട് ശുക്ർ ചെയ്യുന്നവർ വളരെ കുറവാണ്. നന്ദിയുള്ളവർ വളരെ കുറവാണ്. ശുക്റുള്ള ആളുകൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്. എപ്പോഴും ശുക്ർ ചെയ്ത് ജീവിക്കുന്നവരാണവർ. ബുദ്ധിമുട്ടുണ്ടോ? അർത്ഥാന്നില്ലേ? അല്ലാഹ്ക്ക് ശാകിരീങ്ങളായിട്ട്, അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരായിട്ട് ജീവിക്കണം. നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ് അല്ലാഹ്ക്ക് ശുക്ർ ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ്ക്ക് ശുക്ർ ചെയ്തിട്ട് ജീവിക്കുക. ഇത് മതി. ഇപ്പൊ കറക്റ്റ് നിങ്ങളെല്ലാം കാണുന്നുണ്ട് സദസ്. ലൈവിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ല. ലൈവില്ല, സ്ക്രീൻ കാണുന്നില്ല. കുറച്ച് കണ്ടാൽ മതി, അങ്ങനെ കേട്ടങ്ങ് മതി. അവർക്ക് കറക്റ്റ് ലൈവാ, ലൈവ് കാണുന്നില്ല. ലൈവിന്റെ ലൈവില്ല. പിന്നെ ഓർക്ക് കറക്റ്റ് കേൾക്കുന്നുണ്ട്. മതിയല്ലേ? മതി. അത്ര ഇങ്ങനെ കണ്ടങ്ങ് മതി. എന്ത് കണ്ടിട്ട് എന്താക്കുന്നത്? ശാകിരീങ്ങളായിട്ട് ജീവിക്കുക, ശുക്റുള്ളവരായിട്ട് ജീവിക്കുക. എപ്പോഴും ആനന്ദത്തിൽ ജീവിക്കുന്നവരാണവർ. എല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ കൂരയിൽ കഴിയുന്ന വഴിയോരത്ത് നടന്നു പോകുന്ന മഹാനുഭാവൻ കണ്ടപ്പോ ചൊല്ലുന്ന ആളെയാണ് കണ്ടത്. ആ മനുഷ്യനിക്കൊന്നുമില്ല, ആരുമില്ല, ശുശ്രൂഷിക്കാൻ ആളുകളില്ല, ഒന്നിനും ഒരാളുമില്ലാത്ത മനുഷ്യനാണ്. ഹംദ് ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ്
ഇത് ചൊല്ലി ജീവിക്കുമ്പോ അതുവഴി പോയ ആളുകൾ ചോദിക്കുകയാണ്, വല്ല സഹായവും വേണോ? വയസ്സുള്ള രോഗിയായ, ഒന്നിനും കഴിയാത്ത, ഭാര്യയില്ലാത്ത, കുടുംബങ്ങളില്ലാത്ത, നാട്ടുകാരില്ലാത്ത മനുഷ്യൻ പറയുകയാണ്, ഒന്നൊടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ പോയ പൊന്നുമോന് തിരിച്ചു വരാതെ ദിവസങ്ങളായി, എന്റെ മോനെ ഒന്ന് പരുതി കൊണ്ടുവരാവോ? അവർ തിരിച്ചു പോവുകയാണ്. മകനെ പരുതി പോകുമ്പോ ഒരു മലഞ്ചെരുവിൽ പിടിമൃഗം കടിച്ചു പറിച്ചു തിന്നിട്ട് ആ വയസ്സായ മനുഷ്യന്റെ പൊന്നുമോനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് അവർ പറഞ്ഞപ്പോൾ പോലും, അവർ വന്നിട്ട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? അൽഹംദുലില്ലാഹ്. ആരാരും നോട്ടത്തിനില്ലാതെ, ആരും ശ്രദ്ധിക്കാനില്ലാതെ, ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, സ്വന്തമായിട്ട് സുഖാഡംബരങ്ങളൊന്നുമില്ലാത്ത മനുഷ്യനാണ്, രോഗശയ്യയിൽ കിടക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പൊന്നുമോൻ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് കേട്ടപ്പോൾ അടക്കം പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ പറയുന്നത്, ആകാശം എന്റെ തലയിൽ പൊളിഞ്ഞു വീണാലും, പർവ്വതം എന്റെ മുകളിൽ വീണാലോ, എന്നെ വെള്ളം വന്ന് മുക്കിക്കളഞ്ഞാലോ, അല്ലാഹ്ക്കത് ഇഷ്ടമാണെങ്കിൽ എനിക്കത് പൊരുത്തമാണ്. ഇതാണ് അള്ളാന്റെ ഔലിയാക്കന്മാർ. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ തങ്ങളുടെ കാല് മുറിക്കപ്പെട്ട് വലിച്ചെറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അൽഹംദുലില്ലാഹ്. കാല് മുറിക്കപ്പെട്ടപ്പോ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ആളുകളെ നിങ്ങളെ നോക്കണം അല്ലെ, ആവശ്യം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കല്ല അല്ലെ, അവനെ കണ്ടിട്ടില്ല, കണ്ടിനല്ല, ഒന്ന് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കാല് മുറിച്ച് വലിച്ചെറിഞ്ഞപ്പോൾ പോലും അൽഹംദുലില്ലാഹ് പറയാനുള്ള കാരണം അവർ ശാകിരീങ്ങളാണ്, അള്ളാന്റെ ഔലിയാക്കന്മാർ. അവർ കനാത്തുള്ളവരാണ്. വഖനാബി തർക്കിൽ മുസ്തഖാ വൽ ഫാഖിരി ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്നവരാണ് അവർ. അവർക്കില്ലാത്തതിൽ കൊതിയില്ല, മറ്റുള്ളവന്റെ വീട്ടിൽ കൊതിയില്ല, മറ്റുള്ളവന്റെ സൗന്ദര്യത്തിൽ കൊതിയില്ല, മറ്റുള്ളവന്റെ സ്വത്തിൽ കൊതിയില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ അടുത്ത് വന്നിട്ട്, ലൈവ് ഉണ്ടല്ലോ, കുറച്ച് സൈഡിലെങ്കിലും ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടവരാണവർ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് 500 ദിർഹം നാണയം കൊടുത്തിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ജുനൈദുൽ ബഗ്ദാദിയുടെ ദുആയാണ്. എന്തിനാണ് ചോദ്യമാണ്, എന്തിനാണ് ദ്വാരക്കേണ്ടത്? ആ കോടീശ്വരൻ, ആ മുതലാളി ജുനൈദ് തങ്ങളോട് പറയുകയാണ്, ഇനിയും സമ്പത്ത് കിട്ടാൻ എനിക്ക് ദുആ ചെയ്യണം, ഇനിയും ഒരുപാട് പണം വേണം, അതിന് ദുആ ചെയ്യണം. അപ്പോഴാ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ 500 ദിർഹം തിരിച്ചു കൊടുക്കുകയാണ്. അല്ല മുതലാളി, നിങ്ങൾ മുതലാളിയല്ല, നിങ്ങൾ മിസ്കീനാണ്, നിങ്ങൾ പാവപ്പെട്ടവനാണ്, നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് മതിയായിട്ടില്ല, ഞാൻ മുതലാളിയാണ്, എനിക്കത് കൊണ്ട് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടവനാണ്. ഇനി പണം വേണമെന്ന കൊതിയില്ല, ഇനി സമ്പത്ത് വേണമെന്ന കൊതിയില്ല, ഇനി ഉണ്ടാകണമെന്ന കൊതിയില്ല. നിങ്ങൾക്ക് ആ കൊതിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുതലാളിയാണ്, നിങ്ങൾ മിസ്കീനാണ്, കൊണ്ടുപോയിക്കോ, എനിക്കിത് വേണ്ട. പള്ളിയിലുണ്ടായിരുന്ന ജുനൈദ് തങ്ങൾക്ക് 500 ദിർഹം കൊടുത്തതിന് തിരിച്ചു കൊടുത്തു ജുനൈദ് തങ്ങൾ. നിങ്ങൾ പിടിച്ചോ, പ്രശ്നമല്ല, നിങ്ങൾ എടുത്തോ, സാരല്ല, എനിക്കത് വേണ്ട. കാരണം അവർ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ് വല്ല ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്.
ലിബാസ്. അല്ല കൊടുത്തത് കൊണ്ട് പൊരുത്തപ്പെട്ടവരാണവർ. അള്ളാഹു കൊടുത്ത വീട് ഏതോ, അവൻ കൊടുത്ത സമ്പത്ത് എന്തോ, അവൻ കൊടുത്ത സൗന്ദര്യമേതോ, അവൻ കൊടുത്ത ഭാര്യ ഭർത്താവിലോ, അവൻ കൊടുത്തത് എന്താണോ അത് മുഴുവനത്തിലും പൊരുത്തപ്പെട്ടവരാണ്. റിഫായി ശൈഖ് തങ്ങളുടെ ഭാര്യ ഒരൽപ്പം ദേഷ്യം കൂടുതലുള്ളവളാണ്, ഒരൽപ്പം ദേഷ്യം കൂടുതലാണ്. ആ മഹദിയുടെ സ്വഭാവത്തിൽ ദേഷ്യം വരുമ്പോ ഇരുമ്പ് ചൂടാക്കി വെക്കലുണ്ട്, ചട്ടുവൻ ചൂടാക്കി വെക്കലുണ്ട്. ജീവിതത്തിൽ മരണം വരെ ഒരൊറ്റ തവണ പോലും ദേഷ്യത്തോടെ പ്രതികരിച്ചിട്ടില്ല റിഫായി തങ്ങൾ. കാരണം അവിടുത്തെ ഭാര്യയോട് ഇഷ്ടത്തോടെ ജീവിച്ചവരാണവർ. അള്ളാഹു നൽകിയതിൽ മുഴുവനും പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണവർ. അല്ല കൊടുത്തത് മുഴുവനോ സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്നവരാണ്. ദുഃഖം മാത്രമല്ല, സന്തോഷം നൽകുന്നവനവനാണ്, ഖൈർ നൽകുന്നവനവനാണ്. എല്ലാം നൽകുന്ന അല്ലാഹു. അൽ ഖൈറു വശർറു മിനല്ലാഹ്. രോഗം തന്നാൽ അതല്ലല്ലേ തന്നത്, ആക്സിഡന്റ് തന്നാൽ അല്ലല്ലേ തന്നത്, ബുദ്ധിമുട്ട് തന്നാൽ അല്ലല്ലേ തന്നത്, സമ്പത്ത് കിട്ടുമ്പോ അല്ലാഹു അല്ലേ തന്നതെന്നില്ല, വാഹനം കിട്ടുമ്പോ അല്ലാഹു അല്ലേ തന്നതെന്നില്ല, സൗന്ദര്യം ഉണ്ടാകുമ്പോ അല്ലാഹു അല്ലേ തന്നതെന്നില്ല. ആ ജീവിതമല്ല, അത് ശൈത്താനുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. എല്ലാം തരുന്നത് റബ്ബാണ്, എല്ലാം തിരിച്ചെടുക്കുന്നത് റബ്ബാണ്. ഇലൈഹി മർജൂകും ജമീആ. അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. വഇലൈഹി തുർജഊൻ. അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. അറിയില്ലേ മുഅ്മിനേ, മണ്ണിൽ നിന്ന് പടച്ച നമ്മൾ മണ്ണിലേക്ക് മടങ്ങുന്നവരാണ്. അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്നവരാകണം. അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ച് കാല് ഒരു നീര് വന്നപ്പോ അഫലാകൂന അബ്ദൻ ശകൂറാ, സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഏറ്റവും ഹബീബായ റസൂലുള്ളാഹ്. അഫലാകൂന അബ്ദൻ ശകൂറാ. ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ഇങ്ങനെ നന്ദിക്ക് വേണ്ടി ആലോചിച്ചവരാണ് ഔലിയാക്കന്മാർ. അല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചവരാണവർ, അല്ലാഹ്ക്ക് വേണ്ടി എല്ലാം ചെയ്തവരാണവർ. നമ്മൾ പറയാറില്ലേ, ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുഖി, എന്റെ എല്ലാ ഇബാദത്തുകളും, അതല്ല എന്റെ ഹജ്ജ് ഏതുമാകട്ടെ, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്ക്ക് വേണ്ടിയാണ്, ലോകരക്ഷിതാവായ അല്ലാഹ്ക്ക് വേണ്ടിയാണ്. നമ്മുടേത് അങ്ങനെയാണോ? അവരെല്ലാം അല്ലാഹ്ക്ക് വേണ്ടിയാണ്. അവർ എപ്പോഴും അല്ലാഹനെ ഓർത്തവരാണ്. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എപ്പോഴും അല്ലാഹ് എന്റെ കൂടെയുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹു എപ്പോഴും നിന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്നെ എപ്പോഴും വീക്ഷിക്കുന്നുണ്ട്. ഈ ചിന്തയിൽ ജീവിച്ചു പോയവരാണ് ഔലിയാക്കൾ. അവർ കല്യാണം കഴിക്കാത്തവരെന്നല്ല, അവർ സുഖിക്കാത്തവരെന്നൊന്നുമല്ല. കല്യാണം കഴിച്ചാലും, നല്ല ഭക്ഷണം കഴിച്ചാലും, നല്ല വസ്ത്രം ധരിച്ചാലും, എന്ത് ചെയ്താൽ പോലും അവരെല്ലാം അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. ജീവിതം അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരില്ലയോ, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർ അല്ലാഹു ഏറ്റെടുത്തവരാണ്, അല്ലാഹുവിൽ നിന്ന് ദീൻ ഏറ്റെടുത്തവരാണ് അവർ. അല്ലാഹു അവരെയും കുടുംബത്തെയും സ്വത്തും ആരോഗ്യവും എല്ലാം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾക്ക് രോഗം വന്നപ്പോ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞില്ലയോ, വൈദ്യനെ കാട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, വൈദ്യൻ തന്നെയല്ലേ എനിക്ക് തന്നത്, അതുകൊണ്ട് സുഖപ്പെടുത്തുന്നവനല്ലേ രോഗം തന്നത്, അവനിക്കത് ഇഷ്ടമാണെങ്കിൽ എനിക്കും അത് ഇഷ്ടമാണ്.
സ്വർഗമാണെന്നല്ലയോ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ മറുപടി. എപ്പോഴും അല്ലാഹനെ ഓർത്തവരാണ്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് തേന് കലർത്തിയ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ വെള്ളം കുടിച്ചിട്ട് നെഞ്ചത്ത് കൈയടിച്ചിട്ട് കരയുകയാണ് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ. സഹാബത്ത് ചോദിക്കുകയാണ്, അല്ല സിദ്ദീഖേ, എന്തിനാണ് കരയുന്നത്? എന്ത് പ്രശ്നമാണ്? എന്ത് ബുദ്ധിമുട്ടാണ്? അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ മറുപടി, അല്ല സഹാബാ, ഒരുപാട് സഹാബാക്കൾ യുദ്ധ പോർക്കളത്തിൽ വെച്ച് ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാനില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞല്ലോ. ഞാൻ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ ചൂടുവെള്ളത്തിൽ തേന് കലർത്തിയിട്ട് എനിക്കിവിടെ കൊണ്ടുവരപ്പെട്ടു പോയി. അള്ളാഹു എന്റെ എല്ലാ പ്രതിഫലവും ഇവിടെ തന്നെ തരികയാണോ? എനിക്ക് നാളെ മഹ്ശറയിൽ പ്രതിഫലമില്ലയോ? എന്റെ പ്രതിഫലങ്ങൾ അള്ളാഹു ഇവിടെ നൽകുകയാണോ? ഇവിടെ തന്ന് തീർക്കുകയാണോ? എന്ത് കുടിച്ചതിന്? വ്യത്യസ്തമായ ജ്യൂസ് കുടിച്ചതിനല്ല, സുഖകരമായ തണുത്ത വെള്ളം കുടിച്ചതിനല്ല, ആസ്വാദനമുള്ള സൂപ്പുകൾ കുടിച്ചതിനല്ല, പിന്നെ വെള്ളത്തിൽ തേൻ കലർത്തിയതിന്റെ പേരിൽ മാത്രം വെള്ളത്തിൽ തേൻ കലർത്തി കൊടുത്തപ്പോ നെഞ്ചത്ത് കൈയടിച്ച് കരഞ്ഞതാണ്, എന്റെ കൂടെ സ്വർഗത്തിൽ വരുമെന്ന്. അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാണ്. ആദ്യം സ്വർഗത്തിൽ കിടക്കുന്നത് എന്റെ കൂടെ അബൂബക്കറാണ്. എന്റെ വലതു ഭാഗത്തെന്റെ അബൂബക്കറാണ് എന്ന് റസൂലുള്ള പറഞ്ഞ അബൂബക്കർ തങ്ങളാണ്. തേൻ കലർത്തിയ വെള്ളം കുടിക്കാൻ കിട്ടിയപ്പോ അല്ലാഹനെ ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞത്. ഞാൻ ആ ജാതി വെള്ളം കുടിച്ചിട്ട് 1500 രൂപയുടെ കാപ്പി കുടിച്ചിട്ട് 150 രൂപയുടെ കാപ്പി കുടിച്ചിട്ട് ഒരു തവണ അൽഹംദുലില്ലാഹ് അല്ലാഹനെ ഓർത്തിട്ടുണ്ടോ? ആ 800 രൂപയുടെ ഒരു പ്ലേറ്റ് ഭക്ഷണം ഒരാൾക്ക് ഫുഡിന് 800 രൂപ അല്ലെ, 800 രൂപ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് വേണ്ടത്ര നമ്മൾ അടിച്ചു തന്നപ്പോ ഒന്ന് റാഹത്തോടെ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ മുഅ്മിനെ? എത്ര ശുഹദാക്കളാണ് ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാനില്ലാതെ അവസാന ശ്വാസം വലിച്ചു പോയത്. യുദ്ധപ്പോർക്കളത്തിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ സുഖാഡംബരം കണ്ടിട്ട് അവർ ദാഹിച്ച് വരണ്ടിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയവരില്ലയോ? ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി കാഴ്ചവെച്ചവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അള്ളാന്റെ ദീൻ ഏറ്റെടുത്തവരാണവർ. അവരുടെ ജീവിതം മുഴുവനും ഏറ്റെടുത്തവർ അള്ളാഹു ഏറ്റെടുത്ത ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. എപ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ. അവരെ പറ്റിയിട്ട് റസൂലുള്ള പറയുകയാണ്, അൽ മുഅ്മിനു കയ്യിസുൻ. മുഅ്മിൻ ആരാണ്? മുഅ്മിന് അവന് സാമർത്ഥ്യമുള്ളവനാണ്. അവന്റെ സകലമായ വിഷയത്തിലും അവന്റെ സാമർത്ഥ്യം അവൻ കാണിച്ചു കൊടുക്കുകയാണ്. ധിക്കാരത്തിനല്ല, കളവ് നടത്താനല്ല, ആക്രമിക്കാനല്ല, ഫിത്നയുണ്ടാക്കാനല്ല, പള്ളിയിൽ പ്രശ്നം വിതക്കാനല്ല, ജമാഅത്തിന്റെ ഐക്യം തകർക്കാനല്ല, രാഷ്ട്രീയം പറഞ്ഞിട്ട് കുടുംബം ഭിന്നിപ്പിക്കാനല്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം വിദ്വേഷമുണ്ടാക്കാനല്ല. അവന്റെ സാമർത്ഥ്യം കാണിക്കുന്നത് അവന്റെ ദീനീ ചൈതന്യത്തിലാണ്. അവൻ ദീനിന്റെ കാര്യം വരുമ്പോ എല്ലാത്തിലും വിട്ടുവീഴ്ചയുണ്ട്. എല്ലാത്തിലും വിട്ടുവീഴ്ചയുണ്ട്. ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ അവന്റെ സാമർത്ഥ്യം കാണിക്കുന്നവനാണ് അവൻ. വീട്ടിൽ പാട്ട് നടക്കുമ്പോ, മൊയ്ലാഞ്ചിയുടെ ഡാൻസ് നടക്കുമ്പോ വീട്ടിൽ നിന്ന് ഇട്ടെറിഞ്ഞു പോകുന്നവനാണ് അവൻ. അല്ലുസ്താദെ, മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കള് പറഞ്ഞിട്ട് കേൾക്കാത്ത കല്യാണത്തിന് ഉപ്പയായ നീ കൂടേണ്ടതില്ല, നിനക്കിറങ്ങി പോകാൻ വീട്ടെന്ന്. അല്ലുസ്താദ്, ജ്യേഷ്ഠന്മാരാണ് പാട്ട് വെച്ചത്, ജ്യേഷ്ഠന്മാർ പാട്ട് വെച്ച വീട്ടിൽ കല്യാണ മണ്ഡപത്തില് ഇറങ്ങി പോകാവുന്നതാണ്, നിങ്ങൾ അവിടെ കൂടേണ്ടതില്ല. അല്ലുസ്താദ്, സ്കൂൾ ഡേ അല്ലേ, കൊല്ലത്തിൽ ഒരു തവണയല്ലേ, മക്കളെ ആശയല്ലേ ഉസ്താദ്. ഈ മക്കളുടെ ആശക്ക് കൂട്ടുനിന്ന ഉമ്മ, ആചാരെ, നേതാക്കളെ, കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുമൂപ്പന്മാരെ, രാഷ്ട്രീയ നേതാക്കളെ, സ്കൂൾ ഡേകളാകുന്ന ഹറാമുകളിൽ സ്റ്റേജിൽ പോയിരുന്നവർ, ഉറൂസ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലോ, നബിദിനത്തിന് കൊട്ടി
കൊട്ടിഘോഷിക്കുന്നവരാണെങ്കിലോ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണെങ്കിലോ അല്ലാഹു പൊരുത്തപ്പെടുന്നതില്ല. കാരണം അവന്റെ സാമർത്ഥ്യം കാണിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീനിലാണ്. മക്കള് തുള്ളിച്ചാടാൻ അവസരം കൊടുക്കുമ്പോ, പാട്ടുപാടാൻ അവസരം കൊടുക്കുമ്പോ, ഡാൻസ് കളിക്കാൻ അവസരം കൊടുക്കുമ്പോ, ചെറുപ്പക്കാരാ ഉമറാക്കളെ, എന്ത് ദീനാണ് നമ്മുടെ? നമുക്കൊരു സാമർത്ഥ്യമില്ലയോ? നമുക്ക് അല്ലാഹുവിന്റെ ദീനുമായി കടപ്പാടില്ലയോ? അതല്ല മുഅ്മിന്, എപ്പോഴും അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മാത്രമല്ല ഫത്തിനുൻ, അവൻ വല്ലാത്ത ബുദ്ധിമാനാണ്, വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവനാണ്. ദീനിന്റെ വിഷയങ്ങളാണെങ്കിലും അല്ലാത്ത വിഷയങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുമ്പോ വളരെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവനാണ്. അവൻ ബുദ്ധിയുള്ളവനാണ്, ബുദ്ധി നശിച്ചവനല്ല. അവനിക്ക് ബുദ്ധിയുണ്ട്. ആരെങ്കിലും വന്നിട്ട് പറയൂ, നിന്നെ അവൻ ഫസാദ് പറഞ്ഞു, നിന്നെ അവൻ കുറ്റം പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അപ്പുറത്തെ വീട്ടിലെ വിളിച്ചിട്ട് പറയും, നഫീസ നിന്നെ പാത്തുമ്മ കുറ്റം പറഞ്ഞ്, നിന്റെ ഉപ്പാന്റെ സ്വഭാവം ശരിയല്ല, നിന്റെ ഉമ്മാന്റെ സ്വഭാവം ശരിയല്ല, പണ്ട് നിങ്ങളെ ഫാമിലി സമയില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട ബുദ്ധിയുള്ളവൾ ചിന്തിക്കേണ്ടവരാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്, അള്ളാന്റെ ഔലിയാക്കന്മാരുടെ സ്വഭാവമാണത്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ സ്വഭാവമാണത്. ബുദ്ധിയോടെ ആലോചിച്ചിട്ട് എന്നെ പറഞ്ഞു